ഞങ്ങളെ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് വന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഫോൺ മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ പൈസ കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ പിള്ളേർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തുള്ള ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. 50K ഉള്ളപ്പോൾ ഏതാണ്ട് 4 വർഷമായി. ഇത് കോവിഡ് ടൈമിൽ തുടങ്ങിയ പിള്ളേരാട്ടോ. പേരെന്നാ? വർഷ. പേര്? ഇവരൊക്കെ പേര്? ഇവരൊക്കെ ഇവിടെ MBBS ആയ ഡോക്ടർമാരാകാൻ വേണ്ടി പഠിക്കുന്ന പിള്ളേരാണ്. ഉസ്ബെക്കിസ്ഥാനികളുടെ പ്രത്യേകത അവർ നമുക്ക് ഇവര് ഭയങ്കര സ്നേഹമുള്ള. Only potato inside. Okay. No chicken, veg. Okay. What is your name? Otabek. Okay. Boom. അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ്. ഗൈസ് നോക്കൂ, നമ്മൾ അങ്ങനെ ടാഷ്കന്റിന് പോകുന്ന വഴിക്കാണ്. ഞങ്ങൾ നേരം വെളുത്തിട്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് സമയത്തായെന്നറിയാമോ? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഗൈസ് നാട്ടിലെ 2:30 ഫുൾ കാറ്റാണ് അപ്പുറം. ഞങ്ങൾ ഹൈവേ 1000 കിലോമീറ്റർ ഓടിച്ചു, അങ്ങനെ കിടക്കാൻ ലേറ്റ് ആയി. യെസ് ഗൈസ് നോക്കൂ, 1000-1500 കിലോമീറ്റർ ഓടിച്ചു. അപ്പോൾ ഈ കാണുന്ന ഹൈവേയുടെ തൊട്ട് സൈഡിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ ഷമാമ്, പിന്നെ അതേപോലെ തന്നെ വത്തക്ക, തണ്ണിമത്തൻ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വിൽക്കുന്ന. ഇവിടുത്തെ സാധനം പ്രത്യേകം തണുപ്പായതുകൊണ്ട് ഒട്ടുക്കത്തെ രുചിയാണ്. ടേസ്റ്റ് ഈ സാധനത്തിനൊക്കെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന രുചിയാണ്. ഭയങ്കര കാറ്റാണ്, അസാമാന്യ കാറ്റ്. എത്രയാടാ സെവിന? വില എന്നാ ചോദിച്ചേ? എല്ലാരും വീഡിയോന്റെ അടുത്ത് കമന്റ് അടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലക്ഷങ്ങൾ ചിലവ്, ഇവിടെ പൈസക്ക് മൂല്യമില്ല. അതാണ് കാര്യം. നമ്മുടെ അവിടുത്തെ 2000 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 2000 രൂപ 13 രൂപ ഉള്ളു. നാട്ടിലത്തെ 50,000. സാമാന്യ കാറ്റ്, സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം കാറ്റാട്ടോ. ഇതാണ് ഏറ്റവും നല്ലത്. തണ്ണിമത്തം മേടിക്കാട്ടോ. എടാ ലിബിനെ, ചെറിയൊരു തണ്ണിമത്തം മേടിക്കാം. എന്റെ ചിറക്കൻ കാറ്റത്ത് കിടക്കുന്നു ഗൈസ്. ഈ പുള്ളിക്കാരനാട്ടോ പാവം. പുള്ളിയുടെ തന്നെ മേടിക്കാം. ബാക്കി എല്ലാവരും ഞങ്ങളുടെ പ്ലഗ് അടിക്കുക. ഇന്ന് പ്രകൃതി 25 കിലോ അല്ല 25 കാശ് പോയി. ഉമ്മി ടാഷ്കന്റ്. കാശ് പോയാ പോട്ടെ. ചീഞ്ഞു പോയി. അത് കഴിക്കണ്ട കേട്ടോ. ചീഞ്ഞ കേട്ടോ ഗൈസ്. ആദ്യം മേടിച്ച് കൊള്ളൂല കേട്ടോ. രണ്ടാമത്തെ എങ്ങാണ്ട് നോക്കട്ടെ. ഒടുക്കത്തെ കാറ്റ്, 25 km/h കാറ്റ്. ഞങ്ങൾ ഇന്നലെ വരുന്നോടം വരെ കണ്ടതാണ്. അതായത് ഇങ്ങനെ മില്ലൻ, പിന്നെ തണ്ണിമത്തൻ, പിന്നെ ഷമാമ് ഇവിടുത്തെ കഴിക്കാൻ നല്ല രുചിയായിട്ട്. നമ്മുടെ നാട്ടിൽ മധുരമുണ്ട്. തേൻവരിക്ക പോലെ ഇരിക്കും. ഇങ്ങനത്തെ കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞങ്ങൾ 10,000 രൂപയ്ക്കാണ് തണ്ണിമത്തം ഉറപ്പിച്ചത്. ലാസ്റ്റ് പുള്ളിക്ക് 30,000 രൂപ കൊടുത്തു. കാരണം 2-3 മുറിച്ചു കേട്ടോ. അപ്പോഴാണ് നല്ല കിട്ടിയത്. ബാക്കി ഞങ്ങൾക്ക് തന്നും വിട്ടു. അപ്പൊ ഈ സാധനം ഇവിടെ ഭയങ്കര സെറ്റപ്പ്. ഈ തണ്ണിമത്തം മാത്രം മുറിക്കുമ്പോ അവിടെ തന്നെ മുറിച്ചു വാങ്ങുക, അല്ലെ വീട്ടിൽ ചെന്ന അവസ്ഥ ഉണ്ടാവും. അയ്യോ, നമ്മളൊക്കെ എന്തോരം കൊട്ടി മേടിച്ചോണ്ട് മുമ്പിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം പറയാം. ഇനി വെറും 130 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് താഷ്കെൻഡിന്. 130 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ താഷ്കെൻഡ് എത്തും. നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ റഷ്യൻ എംബസിയാണ്. അത് നമ്മുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കാതെ എങ്ങനെയെങ്കിലും സെറ്റപ്പ് ചെയ്യണം. അതായത് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് റഷ്യൻ അറിയാവുന്ന, അപ്പൊ പുള്ളിക്കാരനെ വെച്ചിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ വേണ്ടി. യെസ്, അതിന് ശേഷം ബാക്കി പ്ലാനും പിന്നെയുള്ള തജാക്കിസ്ഥാൻ മാത്രമേ ഇനി കയറാൻ ഈ ഭാഗത്ത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന വഴി കൂടെ നേരെ ഞങ്ങൾ താഷ്കെൻഡ് ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. രാവിലെ തന്നെ ഒടുക്കത്തെ തിരക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് വാഹനത്തിന്റെ പെരുപ്പം മനസ്സിലായത്. പിന്നെ 25-35 km/h കാറ്റ് വീശുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ തണുപ്പ് അത്രയ്ക്കും ഇല്ല, പക്ഷെ കാറ്റ് വീശുന്നുണ്ട്. തണുപ്പ് വളരെ കൂളാണ്. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും കൃഷികളായിരുന്നു. വിൻ്റർ വന്നതിനെ തുടർന്ന് കൃഷികളെല്ലാം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. സമ്മറിൽ ഇതിലെ പോകാൻ അതിമനോഹരമായിരിക്കും. നല്ല കാലാവസ്ഥയായിരിക്കും. പക്ഷെ വിൻ്റർ വരുമ്പോഴാണ് മൊത്തം കരിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നത്. ആ സൈഡിലേക്ക് എന്ത് രസം പച്ചപ്പല്ലേ. എന്തോ കൃഷി ഇവിടെ വീറ്റിന്റെ കൃഷിയുണ്ട് കേട്ടോ. ഗോതമ്പല്ല അരിയുണ്ട് ഉറപ്പായിട്ടും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം റോഡിൽ കണ്ടില്ലേ. 1500 കിലോമീറ്റർ റോഡ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഇങ്ങനത്തെ ബംബിൾ റോഡാണെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ ഭാഗത്തോട്ടൊക്കെ ഉണ്ടല്ലോ, വാഹനം ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഇവരുടെ ട്രാഫിക് നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ വളരെ വ്യത്യാസം കേട്ടോ. നമ്മുടെ നാട് പോലെ അല്ല ഇവരുടെ ട്രാഫിക്കും സംവിധാനമൊക്കെ.
വേറെ രീതിയാണ്. പക്ഷെ ഇത്ര ബ്ലോക്ക് ഉണ്ടായാലും വേണ്ട, വണ്ടി ഒരു 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. എല്ലാം അടുപ്പിച്ച് ഒരു വണ്ടി ചവിട്ടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വണ്ടി പടപടാന്ന് സൗണ്ട്. കുറഞ്ഞ പരിപാടിയില്ല. നമ്മുടെ നാട്ടിലൊരു ഡ്രൈവിംഗ് രീതി പോലെ തന്നെയാണ് ഈ ടാഷ്കന്റ് ഭാഗത്തൊന്നും എനിക്ക് തോന്നുന്നത് അല്ലേ ഹൈവേയില്. പക്ഷെ മുട്ടിന് നടുക്ക് വെറുതെ സീവർ ക്രോസിൽ കൊണ്ട് സിഗ്നൽ വെച്ചേക്കും. അത് ശരിയാ, കണ്ടമാനം സിഗ്നലുകളുണ്ട്. വേറെ കാര്യമുണ്ട്, ഏറ്റവും നല്ല നമ്മുടെ നാട്ടിലത്തെ ഡ്രൈവിംഗ് ശീലം തന്നെയാണ് ഇവിടെ വരാൻ. നമ്മുടെ എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇട്ടാൽ നമ്മൾ വണ്ടി ഓടിക്കോളൂ. ഹൈവേയിലാണെങ്കിലും സാധാരണ റോഡിലാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനുണ്ടോ? കാണുന്നത് ഞങ്ങൾ ഏതാണ്ട് ടാഷ്കന്റ് എത്താറേ, അങ്ങോട്ട് നോക്കി എത്ര എണ്ണം സാധനം. ഇതെന്താ സാധനം ആർക്കെങ്കിലും മനസ്സിലായോ? കൊയ്ത്ത് മിഷൻ. ഇതേ ഏകദേശം ഇവിടുത്തെ സമ്മർ ഒക്കെ കഴിഞ്ഞ് വിന്റർ കഴിഞ്ഞ് സമ്മർ ആയല്ലോ. കൊയ്ത്ത് മെഷീനൊക്കെ അതിന്റെ പരിപാടി കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എന്താ പറയാ അതിൻ്റെതായ സ്ഥലങ്ങളിലേക്ക്. പക്ഷെ ഇത്രയും വലിയ ഈ മെഷീൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇവന് ആദ്യമായിട്ടാ. ആണോ? ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ടാഷ്കന്റ് സിറ്റിയിലോട്ട് കയറിയല്ലേ ഇവനെ? യെസ് ഗൈസ്, ഫൈനലി നമ്മൾ ടാഷ്കന്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 63 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടാഷ്കന്റിലേക്ക് എൻട്രി ചെയ്യും. ഗൈസ് ഞങ്ങളെല്ലാവരും മിടുക്കന്മാരായി. അതായത് ഞങ്ങൾ അങ്ങനെ ടാഷ്കന്റ് കയറുന്നുണ്ട്. പുതിയ ബനിയൻ, പുതിയ പാൻസ്, പുതിയ ഷോക്സ്, എല്ലാവരും ഒന്ന് കുളിക്കുകയും ചെയ്തു. അതെ, എല്ലാവരും ഒന്ന് വൃത്തിയായി സെറ്റപ്പായി. ഇനിയിപ്പം പുതിയതായ 2-3 സാധനങ്ങൾ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ എംബസി പോകുമ്പോൾ നമ്മൾ മുട്ടുക്കാച്ചിയായിട്ട് വേണം പോവാൻ. എംബസി പോണ്ടേ? റഷ്യയുടെ ഗൈസ് നോക്കൂ, തലേ തുപ്പിയിട്ടു. ഇത് വെറുതെ ഇടുന്നതാണ്. ഇവിടെ വലിയ ചൂടൊന്നുമില്ല. ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിലെ ചൂടാണ്. ജിബിനും ഫ്രണ്ടിൽ വൃത്തിയായിട്ടോ. ഞാൻ ഇവിടെ നിന്ന് മൊത്തം അങ്ങ് മാറി. എൻ്റെ അവിടെ ഫ്രണ്ടിലുണ്ട്. വേണ്ട, ഒന്ന് ഇവിടെ വെച്ചാൽ ആർക്കും ഒരാൾക്കും കൂടെ ഉപയോഗിക്കാമല്ലോ. 199 കേട്ടോ. കിടില് 199 രൂപയ്ക്ക് സ്വപ്നങ്ങളിൽ മാത്രം. സെമി വൃത്തിയായടാ. അങ്ങനെയുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ മാറി മുടുക്കന്മാരായി ടാഷ്കന്റിലേക്ക് വേണം. ഷൂ ഒക്കെ ഇട്ടു വളരെ സുന്ദരന്മാരായെന്ന് ഞങ്ങൾ സ്വയം അങ്ങോട്ട് വിശേഷിപ്പിക്കുകയാണ്. അത് കൂടാതെ ലാസ്റ്റ് പ്രോസസ്സിങ് ആയ ആ സ്പ്രേ അടിയും കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ പിന്നെ ഈ ഇരിക്കേണ്ട കാര്യമില്ല. യുവതികളൊക്കെ ഇങ്ങോട്ട് തേടി വരണം. അല്ലാതെ സേവന് എനിക്ക് മതി. എനിക്ക് ഫ്രേ വേണ്ട, തേടി വരണ്ട. ഇത് ഈ കാണുന്ന വാഹനങ്ങളൊക്കെ തുർക്കിഷ് വാഹനങ്ങളാണ്. ടർക്കിന്ന്, അതായത് തുർക്കിന്ന് എടുക്കാവോ? പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ വണ്ടി ഉണ്ട്. ഗൈസ് നോക്കൂ, ഞാനേ ഇത് ഇട്ടിട്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഗൈസ് നോക്കൂ, ഫ്ലാഷ് അടിക്കുന്നുണ്ടോ? ഈ കാണുന്ന ഫ്ലാഷർ ഒരു ചൈനീസ് ടെക്നോളജിയാണ്. ഇത് നേപ്പാളിലും ചൈനയിലൊക്കെ കണ്ടമാനമുണ്ട്. ഇത് ലാവോസിലുണ്ട്. അതായത് ഇത് ടൗണിലേക്ക് കയറുന്ന വാഹനങ്ങളുടെ എല്ലാം ഫോട്ടോ ഇവർ എടുക്കുന്ന കേട്ടോ. ബേക്കിൽ നിന്ന് എടുക്കുന്ന, ഫ്രണ്ട് അല്ല കേട്ടോ. ബേക്ക് ഫ്ലാഷും ഫ്രണ്ടിൽ നിന്ന് അടിയും. ഗൈസ് ഈ കാണുന്ന ബ്ലോക്ക് മൊത്തം ടാഷ്കന്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങളാണെന്ന് മനസ്സിലായി. വിമാനം. അപ്പൊ അവിടെയാണ് ടാഷ്കന്റ് എയർപോർട്ട്. വലിയ എയർപോർട്ട് ആയിരിക്കും അല്ലേ? ഗൈസ്, അപ്പൊ ടാഷ്കന്റ് എയർപോർട്ട് അതാ കേട്ടോ. 100% ഷവർലൈറ്റിന് അല്ല. അതെ, ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും വലിയ എയർപോർട്ട്. നിങ്ങൾ ആ ക്യാമറയിലേക്ക് നോക്കുവാണെങ്കിൽ പോലീസുകാരൻ പോകുന്നത് പൈസക്ക് വേണ്ടി വന്ന പൈസയാണ് ചോദിച്ചത്. ഞങ്ങളൊന്നും അറിയത്തില്ല. ഞങ്ങളെ കുറേ പുള്ളി കറക്കി നോക്കി കേട്ടോ. ഞങ്ങൾക്കും വിവരമില്ല, പുള്ളിക്കും വിവരമില്ല എന്ന് ഏകദേശം മനസ്സിലായി. റൂസി അറിയാമെങ്കിൽ പെടും കേട്ടോ. ഇവിടെ അറിയാമെങ്കിലും അറിയില്ല എന്നേ പറയാവുള്ളൂ. പൈസ അടിക്കാനുള്ള പല കളികളും നോക്കും. അതുകൊണ്ട് ഇതുപോലെ കട്ടിങ് ഉള്ള സ്ഥലത്ത് നമ്മൾ വണ്ടി കയറ്റാവുള്ളൂ. സ്ട്രേറ്റ് ലൈനിലൊന്നും ഒരിക്കലും ഈ ടൗണിൽ വന്നിട്ട് നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയേക്കരുത്. കയ്യിൽ നിന്ന് കാശ് കൂട്ടാ. വേറെ കാര്യമുണ്ട് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂള് ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് കട്ടിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഫൈനാണ്. ഗൈസ ഫ്രണ്ടിൽ കാണുന്ന ആ വലിയ കവാടമാണ് പോലീസിന്റെ ഏറ്റവും വലിയ പോസ്റ്റാണ്. അവിടെ ഒരു സംശയം തോന്നിയ വണ്ടി അവിടെ അന്നും ഇവിടെ ഒരു പോസ്റ്റ് അടിക്കും, എന്നിട്ട് അവർ നോക്കിക്കും, എന്നിട്ട് ടാഷ്കന്റ് കയറുന്ന തൊട്ട് ഫ്രണ്ടിലെ സെറ്റപ്പ് ആണെന്ന് തോന്നണല്ലേ? ഒടുക്കത്തെ തിരക്ക്. പിന്നെ ഇതൊരു ചൈനയിലെ സെറ്റപ്പ് കേട്ടോ. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോലീസിന്റെ ഔട്ട്പോർട്ട് ഉള്ള നമ്മളെ ഫോണിന്റെ ഇന്റർനെറ്റ് തീർന്നു. അപ്പൊ ഇന്റർനെറ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എത്ര? 1,50,000 കൊടുത്താ ഒരു 50 കൂടെ കൊണ്ടുവരാം. നമ്പർ എന്ത്? ഫോൺ എന്ത്? എന്റെ നമ്പർ ഓക്കെ ആണോന്ന് ചോദിക്കുന്നുണ്ട്. ടാഷ്കന്റിലെത്തി. ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ലാതെ ലാംഗ്വേജ് അറിയാം കേട്ടോ. 93 76 64 19 ഉണ്ട്. അറിയാം. ഒന്നുകൂടി നോക്കണോ? 93 93 76 41 99 6. എല്ലാ പൈസയും കയറി പോയി. ഇങ്ങനെയല്ലേ റീചാർജ് സെറ്റപ്പ് ഒക്കെ?
ഇനിയും വേണോ? Лишний 1000. И точки дело. ഓക്കെ. Okay. ആ പുള്ളിക്കാരന് 1000 രൂപ കൊടുക്കാനാണോ പറയുന്നത്? 1000 പറഞ്ഞത്. എന്നാ പറയുന്നത്? Вот. No. മെസ്സേജ് It's കോഡ് വരും. ആ കോഡ് അടിച്ചു ചേർക്കണം. вот this. കോഡ് അടിച്ചു ചേർത്താണ് സംഭവം ചെയ്തത്. ഗൈസ് ഫൈനലി ഞങ്ങൾ വാഹനം കൊണ്ട് ഇവിടെ ഒതുക്കി. ഈ കാണുന്ന ടാഷ്കെൻറ്റിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഞങ്ങളിപ്പോൾ നിലകൊള്ളുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ആദ്യം നമുക്ക് സിമ്മിന്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ നോക്കണം. നമ്മൾ സിമ്മിന് ഇന്റർനെറ്റ് കിട്ടുന്നില്ല. അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് സിമ്മിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വരട്ടെ. ടൂറിസ്റ്റ് സാധനം എടുത്തുകാരനാണോ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റൂല. യെസ്, ഇന്ന് എവിടെ കിടന്നുറങ്ങും? ഇന്ന് അപ്പാർട്ട്മെന്റ് നോക്കി. ഇത് തന്നെ, ഇത് പഴയ USSR ടൈപ്പ് സംഭവങ്ങളൊക്കെ കേട്ടോ. കസാക്കിസ്ഥാനിലൊക്കെ കാണുന്ന സെയിം സാധനമൊക്കെയാണ് ഇവിടെ കാണുന്നത്. വണ്ടി അടഞ്ഞോ നോക്കട്ടെ കേട്ടോ, അല്ല തിരിച്ചു വരുമ്പോൾ ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവില്ല. അപ്പുറ സൈഡ് നോക്കിയോ ഗൈസ്? ഈ കാണുന്ന മൊബൈൽ കടയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ യൂസലിൻ്റെ റീചാർജ് ഉണ്ടോ എന്നുള്ള അറിയത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഫോണിൽ എന്തൊക്കെ പിടിച്ച് നോക്കിയിട്ട് ഇന്റർനെറ്റ് ഇസ് വർക്കിംഗ് എന്ന് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഇന്ത്യൻ സ്പീഡ് കിട്ടുന്നില്ല കേട്ടോ. അതെ ഗൈസ്, ഈ കാണുന്ന റോട്ടിൽ കൂടെ ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ പോവാണ്. അതെ, ഞങ്ങളെ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഗൈസ്, അങ്കിൾ ചിക്കനിലേക്ക് കേട്ടോ കയറുന്നത്. അങ്കിൾ ചിക്കൻ കേസ് സ്വാഗത് കേ അപ്പാപ്പൻ്റെ ചിക്കൻ ഇതല്ലേ. ഫൈനലി ഞങ്ങള് വാഹനം ദേ കാണുന്ന ഇവിടെ നിർത്തി. ഇതെന്തോ ഒരു വലിയ ഇവിടുത്തെ ഒരു പാർക്കാട്ടോ താഷ്കെന്റ്, അതായത് ഉസ്ബെക്കിസ്ഥാനിലെ സ്പോൺസർ ചെയ്യുന്ന പെറ്റ്സുക്കയാണ്. അതെ അല്ലേ? സത്യം വർണ്ണശബളമല്ലേ ഇതിനെ? നമുക്ക് സത്യം കേട്ടോ, ഫുള്ള് ലൈറ്റും സംവിധാനമൊക്കെ ആയിട്ട് ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങൾ കയറി പോകുന്നത്. ഞങ്ങൾ പബ്ലിക് ടോയ്ലറ്റ് അന്വേഷിച്ച് പോയതാണ്. അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു മാജിക് സിറ്റിയാണ്. ഗൈസ്, ഭയങ്കര കോട ഇടുന്നുണ്ടോ, വയലിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നല്ല മഞ്ഞാണ്. ഐ ലവ് ഓ, അത് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞു ഗൈസ്, ഞങ്ങൾ KFC കയറി കഴിച്ചു. ഈ പറയുന്ന അത്ര ചീപ്പൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിലും ബർഗറൊക്കെ ചെറുതാണ്. പിന്നെ എല്ലാം നാം വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, അത്ര ചീപ്പൊന്നും അല്ല. അല്ലടാ ലിബിനെ, അവിടെ പോയ ചീപ്പ് നമ്മളാണ്. ചീപ്പാണ്, പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഗൈസ്, നല്ല ലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആട്ടോ. ഓ, ഇത് വമ്പ അറേഞ്ച്മെന്റ്സ് ആയിപ്പോയി. ടിക്ടോക്ക് ഷൂട്ട് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. എന്തോ പബ്ലിക് റിവ്യൂ എന്തോ സാധനം എടുക്കുന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. എന്തോ പബ്ലിക് റിവ്യൂ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലെ കഴിഞ്ഞു കേട്ടോ. ഇൻസ്റ്റഗ്രാം ആണെന്ന് തോന്നുന്നു. ഗൈസ്, സംഭവം കളിക്കും. ഞങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിലെടുത്ത് ഞങ്ങൾ കീച്ചിട്ടോ. ഗൈസ്, ഇവിടെ സിപ്പ് ലൈനും പരിപാടിയൊക്കെ ഉണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഷോട്ട് തന്നെ എടുക്കുന്നത്. കാരണം ഫുൾ പാട്ടായിരുന്നു. ഇതേപോലെയുള്ള ചില അനൗൺസ്മെന്റ് വരുമ്പോഴാണ് ഞാൻ ക്യാമറ വെക്കുന്നത്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട സ്ഥലം ഇതാണ്. ഇവിടെ എന്തോ സിപ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊരു പിന്നെ കുളം, അതന്നെ നോക്കിയേ, ഒരു കൊട്ടാരം പോലെയുള്ള ഇവർ തന്നെ നിർമ്മിച്ചെടുത്താക്കുന്ന കേട്ടോ. ഹാപ്പി ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം പാട്ട് തുടങ്ങും, അപ്പോൾ തന്നെ ഞാനിത് ഓഫ് ആക്കും കേട്ടോ. അതാണ് എൻ്റെ രീതി. എന്ത് ഇതെന്നാ സംഭവം കൊള്ളാലോ. ഇതാരെ വരുന്നേ? സൂപ്പർ സൂപ്പർ സൂപ്പർ. കയറാൻ പോട്ടോ. അതിനുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ പേ ചെയ്തു. നമ്മൾ തലതിരിഞ്ഞ് നിൽക്കും. ഇതിന്റെ എഫക്റ്റ് എങ്ങനെയാ മനസ്സിലാവുക? ഇതിന്റെ എഫക്റ്റ് എന്നാ? മാജിക് റൂമിൽ കയറിയിട്ട് എങ്ങനെയാടാ? ഫോട്ടോ എടുത്ത് നോക്കട്ടെ. 460 എടുത്ത് മാജിക് റൂമിൽ കയറിയിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. 160 രൂപയല്ലേ പോയുള്ളൂ. വാ, അല്ല ഇത് എന്നാ നോക്കണ്ടേ. ഫൈനലി ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു സിറ്റി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. ഈ മാള് ഹിൽട്ടൺ, ഹോളിഡേ ഇതൊക്കെ ഇവിടെയാണ്. കാരണം ഒരു വലിയ മാളാട്ടോ ഈ കാണുന്ന മാള്. ഈ കാണുന്ന ഈ ഒരു സ്ഥലത്താവാം. ഗൈസ് നോക്കൂ, ഇന്നത്തെ ഉറക്കം ഇവിടെയാണ്. നാളെ എണീറ്റാണ് ബാക്കി പരിപാടി കേട്ടോ. ഗൈസ്, ഫൈനലി പിറ്റേ ദിവസം നേരം വെളുത്തു.
ഈ മാളിലാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. മാളിന്റെ തൊട്ട് ഫ്രണ്ട് നമ്മൾ ഹിൽട്ടൺ ഉണ്ട്, ഹോളിഡേ ഉണ്ട്. നമ്മുടെ ഒരു ഭാഗ്യം നോക്കിയാൽ റിച്ചായ സ്ഥലത്ത് വന്ന് രാവിലെ തന്നെ കിടന്നു. അവിടെ റൂം എടുക്കാനുള്ള കാശില്ല, പക്ഷെ അതിന്റെ തൊട്ടടുത്ത് വണ്ടിയിട്ട് കിടന്നുറങ്ങാനുള്ള സംഭവം അതല്ല. ഹിൽട്ടൺ ഹോളിഡേനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇതാ ഹിൽട്ടൺ, ഈ കാണുന്ന ഹിൽട്ടൺ. അവിടെ 20,000 രൂപ വേണം നമുക്ക് റൂം എടുക്കാൻ. നാട്ടിൽ 200 രൂപ. ഏറ്റവും പോഷ് ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ. ഗൈസ്, അപ്പോൾ പോഷ് ഏരിയ ഞങ്ങളെ WCയിലേക്ക് എല്ലാവരും കൂടെ പോകാണ്ട്. രാവിലെ തന്നെ കൊല മഴയും പിന്നെ അതേപോലെ തന്നെ 6 ബെൽറ്റ് കൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കൊല മഴയും മൂടലുമാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഉണ്ട് ഞങ്ങളുടെ വാഹനം. എല്ലാവരും ഞങ്ങളെ വന്ന് നോക്കൂ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഒരു വീരപരിവേഷമാണ് മൊത്തത്തിൽ. മിണ്ടായിരുന്നാൽ മതി, നമ്മളോട് ഇന്ത്യപ്പെട്ടു കേട്ടോ. ഇവിടെ ഒരു കിടിലം തടാകം ഉണ്ട് കേട്ടോ, ഒരു വെടിക്കെട്ട് തടാകം. ഇതാണ് നമ്മുടെ WC. ഇവിടെ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പോയിട്ട് വരാം. ഫൈനലി വാഹനം ഞങ്ങൾ ഇവിടെ ഒതുക്കി. ഞങ്ങൾ ഇവിടുത്തെ ഒരു ഫോൺ മാർക്കറ്റ് വന്നതാണ്. പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടി, സാരമില്ല. അതായത് ഇവിടെ ഐഫോൺ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അതിന് ബാക്കി പറയാനുണ്ടോ പറഞ്ഞു. അതെ, കിട്ടുമല്ലോ എന്ന് അറിയില്ല. ലോക്കൽ കടയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 1,10,000 രൂപയാണ് ഐഫോൺ പറഞ്ഞു. വില കുറവാട്ടോ. അപ്പോൾ ഞങ്ങൾ ഐഫോൺ മേടിക്കാണ്ട് വന്നതാണ് സുഹൃത്തുക്കളെ. ഇങ്ങേ അറ്റം മുതൽ ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടം വരെ ഐഫോണിൻ്റെ വലിയ മാർക്കറ്റുകളാണ്. 1 ലക്ഷം രൂപയാണ് നാട്ടിലെ പ്രൈസ്. അതായത് $1,100 അപ്രോക്സിമേറ്റ് ഐഫോണിൻ്റെ റേറ്റ് കേട്ടോ. അപ്പം നമ്മൾ ഡോളർ റേറ്റിൽ ഇതിൻ്റെ റേറ്റ് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഭയങ്കര ചീപ്പാട്ടോ. അതെ, ഈ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം ഈ കടയിൽ കയറി ഞങ്ങൾ ചോദിച്ചു 1,50,000. 1,35,000 വില എന്ന് ആലോചിക്കണം. 1 ലക്ഷം കിട്ടിയാൽ ഇവിടുന്ന് ഒരു ഐഫോൺ എടുത്തിട്ട് നാട്ടിൽ പോവാണെങ്കിൽ ടിക്കറ്റ് പൈസ കിട്ടും അല്ലേ? എല്ലായിടത്തും വന്ന് ഞങ്ങൾ റേറ്റ് നോക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ് നാട്ടിൽ സെക്കൻഡ് ഹാൻഡിന്റെ പൈസക്ക് പുതിയ കിട്ടുമല്ലോ അല്ലേ? കൊറേ കടകളിൽ കയറി എല്ലാരും അവരെ ഇന്ത്യക്കാർ വരുമ്പോ ഇവിടുന്ന് മറ്റേ കച്ചവടം ചെയ്യണമെന്നും പറഞ്ഞ് വീഡിയോ എടുക്കും. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര പൈസ ഇങ്ങോട്ട് ആരും പേര്. അങ്ങോട്ടും കുറെ ഷോപ്പുകളുണ്ട്, ചെറുകടയിലായിരിക്കും വില കുറവ്. ഇങ്ങോട്ടും കുറെ ഷോപ്പുണ്ട് കേട്ടോ. ഗൈസ്, ഇത് ഫോണിന്റെ ഒരു വൻ ശേഖരം തന്നെ കേട്ടോ. എല്ലായിടത്തും ഓരോ പൈസ, ഭയങ്കര ഐക്യമാര്, ഒരു രക്ഷയില്ല. ദുബായ് പോലും ഇല്ല കേട്ടോ ഇത്രയും വലിയ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു. ദുബായിലാണ് പൈസോറ്. പൈസോറ് ദുബായിലാ. പൈസ ഇത് എന്തോരം അവിടെ നമ്മൾ നടന്നെന്നറിയാവൂ. എത്ര 200 കടയെങ്കിലും ഉണ്ടോ? 200 ഓടാ, 1000 മേളിൽ കടകളോ. പിന്നെ 1000 മേളിൽ കടകളുണ്ടാവും കേട്ടോ. 44 അതാട്ടോ ആ കട. ഈ കടയിൽ പരിപാടി നടന്നായിരുന്നു. ചൂമ്പിപ്പേ അല്ല ലിവിനെ, കാർഡില്ലെന്ന് ഇവിടെ. ഇവർക്ക് ഡോളർ അല്ലെങ്കിൽ ഫോൺ അല്ല പൈസ ആയിട്ട് കൊടുക്കണം. നമ്മളെടുത്ത് ലിവിനെ ഞാൻ പറയുന്നേക്ക്, നമുക്ക് ഫ്രണ്ടിലെ കടകളിൽ പോവാം. ഇവിടെ ഒന്നും കാർഡില്ല. ലിവി ഇല്ല ലിവിനെ, സമയമൊക്കെ പോകുന്ന നമ്മളെ. വാ ഗൈസ്, ഇന്നൊരു വൃത്തികെട്ട കാലാവസ്ഥയാട്ടോ. വൃത്തികെട്ട കാലാവസ്ഥ, വൃത്തികെട്ട ഫുൾ മഴയാ. മഴയും ക്ലൗഡി ആയിട്ട് മൂടി നിറഞ്ഞൊരു കാലാവസ്ഥ. ഇത്ര ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു. വണ്ടി ഞങ്ങൾ അടുത്ത സ്ഥലത്ത് ഞങ്ങൾ മാളിൽ നിന്ന് ഐഫോൺ എടുക്കാൻ തീരുമാനിച്ചു. ഒരു മാർക്കറ്റിൽ മൊത്തം ഞങ്ങൾ ഊമ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആദ്യം വേറെ പൈസ പിന്നെ വേറെ പൈസ, എവിടെ ശരിയാവും? ഐസ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാളാണ് ടഷ്കനിലെ. നല്ല തണുപ്പുണ്ട്, ഉള്ളിൽ കയറുമ്പോൾ തണുപ്പ് മാറും. ഇതിന്റെ പേരാണ് മാൾ. മാൾ ഓഫ്. മാളിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മലയാളത്തിലെ ചന്ത. ചന്ത. കയറി വന്നപ്പോൾ തന്നെ ഷവർലൈറ്റിന്റെ ഓണർഷിപ്പിലുള്ള ഒരു സ്പോർട്സ് കാർ കണ്ടു കേട്ടോ. ഐസ് നാട്ടിലേലും പൈസ കൂടുതൽ കേട്ടോ. കിളി പാറിപ്പോയി ഞങ്ങളുടെ. വ്യത്യാസം, മാർക്കറ്റിനേക്കാളും 45,000 വ്യത്യാസം. ഇവിടെ ഇനി 2-3 കടകളും കൂടെ ഉണ്ട്, അവിടെയൊക്കെ പോയി നോക്കാം കേട്ടോ. അവിടെ ഇത് മാളായതുകൊണ്ട് കേട്ടോ. 1,800 രൂപയ്ക്ക് ഞങ്ങൾ മേടിച്ചു കേട്ടോ. നാട്ടിലെ 1,800 രൂപ. ഇത് കാല്, 3 ബർഗർ, പിന്നെ ഫ്രൈസ്, ഇത് ഈ കാണുന്ന കോള. അതെന്നാ അതും കാല്. അത് കിട്ടിയതൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. 1,800 രൂപ. ഈ ബക്കറ്റ് നോക്കി ഫോട്ടോ നോക്കി പിടിച്ച ബർഗർ, സോസ്, മാങ്ങ, തേങ്ങ എല്ലാം പിടിച്ചോ. മാറിപ്പോയി. ഐസിനെയും കഴിക്കട്ടെ കേട്ടോ. ഗൈസ്, പുറത്ത് നല്ല വെടിക്കെട്ട് മഴ എന്ന് വെച്ചാൽ വെടിക്കെട്ട് മഴ കേട്ടോ. നോക്കിയേ, അസാമാന്യ മഴ. ആഹാ, പടപടേ 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 നട്ട സൗണ്ട്. വണ്ടി നോക്കെ മഴക്കാലം അല്ലല്ലോ ഇപ്പൊ അല്ലേ? രാവിലെ മഴയായിരുന്നു കേട്ടോ. ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് ഒരു തുള്ളി തുള്ളി ഇങ്ങനെ ആ ഒരു സൗണ്ട് എപ്പം രാവിലെ. ഗൈസ്, ഫൈനലി നമ്മൾ ഇവിടുത്തെ ഫേമസ് മാർക്കറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ചെറുക്കന് ഇവിടെയുണ്ട്. ഞങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് കയറുമായിരുന്നു. ഇവിടെ രാവിലെ തന്നെ രാവിലെ അല്ല, ഇപ്പം സമയം ഒരു 11 മണി. പൂരടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം അടി. ഗൈസ്, ലാസ്റ്റ്
പ്രശ്നങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞ് സോൾവ് ചെയ്തു. ഒരു ചേട്ടൻ വന്നിട്ട് ഒറ്റ ഏറെ ഒരു ചേട്ടനെ അങ്ങനെ ഈ ഒരു വൃത്തിയും കാര്യങ്ങളൊന്നും പറയല്ല കേട്ടോ. ഫുള്ള് വെള്ളക്കെട്ട് മാർക്കറ്റാ. ഇറച്ചി മീൻ അങ്ങനത്തെ സാധനം കിട്ടുന്ന മാർക്കറ്റാന്ന് തോന്നുന്നത്. എന്നാ വേണ്ട? മുളക് പൊടി വേണോ? മഞ്ഞപ്പൊടി വേണോ? എല്ലാ സാധനവും ഇവിടെ ധാന്യേന്ദ്രങ്ങള്, പരിപ്പ്, അരി, പല ടൈപ്പ്. പാകിസ്ഥാൻ അരി ആട്ടോ ഏറ്റവും കൂടുതൽ. മാർക്കറ്റാടാ, മെയിൻ മാർക്കറ്റാ. എനിക്ക് തോന്നുന്നു അകത്ത് സ്ഥലം കിട്ടാത്തവർ പുറത്ത്. എന്താ പൊന്നെ, ഉള്ളിയുടെ വലിപ്പം നോക്കിയേ. ഇതൊരു അസാമാന്യ മാർക്കറ്റാണ്. പോലീസുകാരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇത്രയധികം പച്ചക്കറി കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ. ഇത് ഇവിടെ ബസ് സ്റ്റാൻഡ് പോലത്തെ വേറൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്കാണ് ഇവിടെ മെയിൻ ഉപകാരം. അതിനാകെ സാധനം എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയും പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങും. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറിയൊക്കെ ഉണ്ട്. അതെ, തൊലി പൊളിച്ച്. മെയിൻ ആയിട്ട് നമുക്ക് പോകേണ്ടത് ഈ മാർക്കറ്റിലാണ്. അത് ഓൾഡ് മാർക്കറ്റ്. ഇതെല്ലാം പുതിയ പുതിയ മാർക്കറ്റുകളാണ്. ഇതാണ് നമ്മുടെ അടുത്തത്, അതിനോട് ചേർന്നുള്ള സംഭവം കേട്ടോ. ഇത് ഇവിടെ വരുന്ന എല്ലാവരും കണ്ടമാനം വന്ന് കാണുന്ന ഒരു ഏരിയ ആണ് ഈ ടാഷ്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ്. ചോർസു ബസാർ അങ്ങനെയാണ് ഇതിന്റെ പേര്. ഗൈസ്, ഇതെല്ലാം പച്ചക്കറി കടകൾ അതുപോലുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ടിലുണ്ട് കേട്ടോ. ഇത് മൊത്തം നമുക്ക് കറങ്ങാം. ഇത് ഇവിടുത്തെ ഒറിജിനൽ ബീഫാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും ബീഫിന് 65,000 70,000 രൂപയുള്ളൂ. അതേടാ, വെള്ള നെയ്യ് ഒറിജിനൽ സാധനം കേട്ടോ. നല്ല വെട്ടിക്കെട്ട് പോത്തറ എല്ലടക്കം 65,000. ഇത് അങ്ങോട്ട് നോക്കി ഒരു കടയിലെ ക്യൂ. ഇതേ ഏതോ ഒരു കടയിലേക്ക് ക്യൂവാ സാധനം മേടിക്കാൻ. അതെന്താ സർക്കാരിന്റെ തോന്നുന്നു. നല്ല പോത്തിറച്ചി മേടിക്കാനുള്ള തിരക്കാട്ടോ. ഇതേ ഇവിടെ വിലക്കുറവാണോ? 66,400 കുറവാണല്ലോ. 100 രൂപ കുറവായപ്പോ എല്ലാരും ഇങ്ങ് പോകുന്നല്ലേ. തൊട്ടിപ്പുറത്തും ഉണ്ട് കേട്ടോ സ്റ്റാളൊക്കെ. ഈ കാണുന്ന കൂടാരത്തിന്റെ ട്രൗസർ കയറിയതാട്ടോ. കാരണം ഇത്രയും വർഷമായില്ലേ. ഇതിന് ഫുള്ള് ഡാമേജാണ് നമ്മൾ ഇവിടുന്ന് നോക്കാൻ നേരത്ത്. ഞങ്ങളെ ഇതിന്റെ ഉള്ളിൽ കൂടി ഏകദേശം എല്ലാരും വരുന്ന ഒരു സ്ഥലം. ഇതിന്റെ ചെറുതുണ്ടല്ലോ അവിടെ. ഇപ്പൊ നമ്മൾ നോക്കാം, കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ആണ്. ഏത് ബസ് സ്റ്റാൻഡ്? ഏകദേശം ഇതേപോലത്തെ ഒരു മുഖഭാഗമുള്ള വടകര ബസ് സ്റ്റാൻഡ് ഇതേപോലെ തന്നെയാ. ഏതൊരു ബസ് സ്റ്റാൻഡിൽ ഇതേ മുഖഭാവം ഉണ്ട് കേട്ടോ. ഒരു ചേച്ചി താഴെ പോയി, ഭാഗ്യം. നീ ഇപ്പം കയറി പിടിച്ചാനെ. ഗൈസ്, ചേച്ചി പോയേ. ഞാൻ വീണപ്പോ ഇത്ര വിഷമമില്ല കേട്ടോ. ചേച്ചി പോയേന്ന്. ഗൈസ്, ഞങ്ങൾ ഫൈനൽ. ചേച്ചി വീണേന് പ്രശ്നമില്ല, നീങ്ങാനും കയറി പിടിച്ചായിരുന്നു. അടി ഒട്ടിയാന് തുപ്പാണ് മെയിൻ. ഓ, ഇതാണ് സംഭവം. ഗൈസ്, ഇറച്ചി, മീന്. ഇത് എന്നതാ ഇത്? ഗൈസ്, ഇത് ഇറച്ചി, പിന്നെ അതേപോലെ തന്നെ പാല്. ഇത് ഇങ്ങോട്ട് നോക്കിയേ. ഇത് ഏത് വശത്തോട്ട് നമ്മൾ തിരിയും? പല ടൈപ്പ് മീറ്റാട്ടോ മെയിനായിട്ട്. ഇതേ മറ്റേ നമ്മുടെ തൈര്, പിന്നെ പനീർ പോലത്തെ സാധനം. ഇതേ കരള്, ഇതേ ഒറിജിനൽ. ഇതേ വാരിയല്. ഗൈസ്, ഇറച്ചിയാണ് മെയിൻ കേട്ടോ, ഫുഡല്ല. ഏതാ കുതിര? എവിടെയാ കുതിരനെ കണ്ടേ? എവിടെ? അത് കഴുതയാടം. കഴുത ആടോ? ഇതോ? ഗൈസ്, എന്നാ ഈ കാണുന്നതാണ് കുതിര ഇറച്ചി കേട്ടോ. ഓ, ഇതിന്റെ ചുക്കാമണിയാണോടാ? അല്ലെ വാല്? അല്ലല്ല, അതെന്താ വാല്. ഗൈസ്, ഇവിടെ കണ്ടമാനം പല ടൈപ്പ് ഇറച്ചികൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നെ, ഇവിടുത്തെ നെയ്യ് ജീവിതത്തിൽ ആരെങ്കിലും വന്ന് മേടിച്ച് കഴിച്ചാക്കില്ല കേട്ടോ. ഒരുമാതിരി കാട്ടലയുടെ ചൊവ്വയാ. ഞങ്ങൾ പെട്ടുപോയതാട്ടോ ഇവിടുന്ന്. ഇലാന്ന് നെയ്യ് മേടിച്ചിട്ട്. ഇത് നോക്കിയേ, ഇവിടെ ഏറ്റവും കൂടുതൽ പോത്തും പിന്നെ അതേപോലെ തന്നെ കിട്ടുന്നതാണ് ആടും. ഇത് രണ്ടുമാണ് ഇവിടുത്തെ മെയിൻ. ഇത് മീറ്റിൻ്റെ മാത്രം ഏരിയ കേട്ടോ. ഇത് ആടിൻ്റെ ഇതേ ആട്ടർസി അല്ലേ, മറ്റേ കരളും സാധനം. പിടുക്ക് കഴിച്ച് നോക്കൂ. ഇതെനിക്ക് മീറ്റ് മാത്രം. ഞങ്ങളിപ്പോൾ ഈ നടക്കുന്ന സ്ഥലം മൊത്തം മീറ്റിൻ്റെ ഏരിയ കേട്ടോ. കണ്ടമാനം മീറ്റാണ്. ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവന്മാർ കൊന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം സാധനം കേടായി പോലും. അത്ര തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അസാമാന്യ തണുപ്പ്. നോക്കിയാൽ പല ടൈപ്പ് മീറ്റുകൾ ഇങ്ങനെ മുറിച്ച് വെച്ചേക്കാണ്. ഈ സൈഡിൽ മീറ്റല്ല വേറെ സാധനമില്ല കേട്ടോ. ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നല്ലോ. എടാ സെബിനെ, ഫുഡൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഗൈസ് നോക്കൂ, ഇതിനകത്ത് മീറ്റ് അല്ലാതെ വേറൊരു സാധനം എൻ്റെ കണ്ണ്. എന്നാ? ആ, പോത്തിന്റെ. ഇതെന്നോട് ഇത്രയും ഇതാന്ന് തോന്നറ കുതിര.
ഇത്രയും നെയ്യുള്ളൊരു സാധനം ഹോഴ്സ് ഹോഴ്സ് കുതിരയുടെ ഇന്ത്യ ഇന്ത്യ ഈ കാണുന്നത് കുതിരയിറച്ചി കേട്ടോ. കേരള. ഇതിപ്പോ എന്നാടാ കുതിരയുടെ? ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിന്റെ അടുത്താണ്. ഉസ്ബെക്കാണ് ഈ കാണുന്ന കുതിരയുടെ ഹാർട്ട് നമുക്ക് കണ്ടോ പഞ്ഞി പോലെ കയറിപ്പോന്ന് നോക്കിയേ. ഇത് ഫുള്ള് കുതിരയിറച്ചിയാ. ഇതേ ഉണക്കിറച്ചിയാ സംഭവം. എനിക്ക് സംഭവം പിടിക്കട്ടെ. സോർബോ ഉണക്ക കുതിര. കഴിക്ക ഉണക്ക പറ്റോ? ഭയങ്കര ഉപ്പാട്ടോ. ഇതേ ഇരിക്കുന്നു ഉണക്കിറച്ചി. നമ്മളെ നാട്ടിലെ മറ്റേ ഇതില്ലേ ബ്ലഡ് മറ്റേ കാസി കഴിച്ച് നാട്ടിലെ ഉണക്കത്തരണ്ടി ഇല്ലേ, ആ ഉണക്കത്തരണ്ടി പോലെ ഇരിക്കും. ദിസ് വൺ കുടലും സാധനങ്ങളൊക്കെയാണ് കുതിരയുടെ. ഇവിടെ കുതിരയിറച്ചി ഭയങ്കര ഫേമസ് ആയതുകൊണ്ടോ എന്തോരം നെയ്യും കാര്യങ്ങളും ഇരിക്കണേന്ന് നോക്കിയേ. ഇത് നോക്കിയേ നീ, നമ്മുടെ നാട്ടിലെ പന്നിയിറച്ചിയുടെ ഫില്ലറ്റ് ഇരിക്കുന്ന പോലെയാണ് ഈ സാധനങ്ങൾ ഇരിക്കുന്നത്. ഇത് നോക്കടാ, അസാമാന്യ മീറ്റ് കേട്ടോ. ഉണക്കത്തരണ്ടി എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട. ഞാൻ ചവച്ചിട്ട് അത് ബാക്കി കൈ പിടിച്ചു കേട്ടോ, പറ്റുന്നില്ല. നമ്മൾ പെട്ടുപോകും. നമുക്കൊന്നാൽ നമ്മൾ കഴിച്ച സാധനമല്ലേ പറ്റുള്ളൂ, വേറെ സാധനങ്ങൾ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. ഇത് സോസേജും സംഭവങ്ങളും സംവിധാനങ്ങളുമാണ് സുഹൃത്തുക്കളെ. ഫുള്ള് സോസേജാണ്. ഈ സോസേജ് ഇവിടെ റെയർ ആട്ടോ. ചിക്കൻ സോസേജ് വാങ്ങാൻ നേരത്ത് വളരെ ശ്രദ്ധിക്കണം. കുതിരയുടെ ഇറച്ചിയും മറ്റേ ബീഫിന്റെ ഇറച്ചിയും അങ്ങനത്തെ സാധനങ്ങളെ കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം കിട്ടും. ഇത് നമ്മുടെ നാട്ടിലെ സിപ്പപ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന ഇത് സിപ്പപ്പ് കിടക്കുന്ന പോലെ നോക്കിയേ. സിപ്പപ്പ് പോലെ സോസേജ്. ഇതൊക്കെ ബീഫായിരിക്കും കേട്ടോ കൂടുതലും. ഹായ് ഗൈസ്, നോക്കൂ നമ്മളെ ഒന്ന് മൊത്തത്തിൽ കറങ്ങാൻ. ഇത് സലാഡ് സെക്ഷൻ ആട്ടോ. ഈ ഒരു മാർക്കറ്റിന്റെ ഭീകരത കിട്ടുന്നുണ്ടല്ലോ. ഇതേ ഈ മേളോട്ട് നോക്കിയാൽ തിരക്കായി മാർക്കറ്റില്, അസാമാന്യ തിരക്കാട്ടോ. എല്ലാ കടയിലും തിരക്കുണ്ട് കേട്ടോ. ഒരു കടയിലല്ല, എല്ലാ കടയിലും ഇറച്ചി കടയില് നോക്കിയേ. ഇവിടെ സാധാരണ മീൻ മാർക്കറ്റാണ് ഇങ്ങനെ ഉള്ളത് കേരളത്തില്. പക്ഷെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫും അതേപോലെ തന്നെ കുതിരയിറച്ചിയും കിട്ടുന്ന കടയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിന്റെ മേളിലൊരു മുഖഭാരം പോലെ സംഭവം. മുഖഭാരമല്ല, എന്നാ പറയാ, ഒരു കൊട പോലെ. ഇത് മാത്രമല്ല, ഇതിന്റെ മേളിൽ കണ്ടോ കണ്ടമാനം മാരക്കാര സ്റ്റേഡിയം പോലെയുണ്ട്. അത്യാവശ്യം വലിയൊരു സെറ്റപ്പാണ്. ഏതോ ഫുഡിന്റെ സ്ഥലമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് സ്പൈസസ് കടകളാട്ടോ. കണ്ടമാനം സ്പൈസസ് ഉണ്ട്. ഇത് ടഷ്കെന്റ് അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ടീ എന്നാണ് ഇതിന് പറയാ. ഇതുണ്ടോ കണ്ടമാനം അതിന്റെ ഫ്രൂട്ടും സംഭവങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലെ ഇതുണ്ടോ, ഇതല്ലേ മഞ്ഞള്, മുളക് പൊടി, ചില്ലി ഫ്ലെക്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഞങ്ങൾ ഇതാണ് ഫുഡിന്റെ ഏരിയ. സ്പൈസസ് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡിന്റെ ഏരിയയിലേക്ക് കയറുവാണ്. എനിക്കറിയില്ല കേട്ടോ ഈ മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ ഇവിടുത്തെ ഐക്കോണിക്കൽ സാധനം അതേടാ സംഭവം സക്സസ്. നമ്മുടെ നാട്ടിലെ പൊറോട്ട പോലെയാണ് ഇവിടെ ഈ റൊട്ടി. ഇവരുടെ ദേശീയ ഭക്ഷണമെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. എന്തോരാന്ന് നോക്കിയേ, കണ്ടമാനമുണ്ട്. ഇത് ഭക്ഷണത്തിൻ്റെ ഏരിയ എന്ന് തോന്നുന്നു. അല്ല കേട്ടോ, ഇവിടെ ഒരു ഭക്ഷണത്തിൻ്റെ ഫുഡിൻ്റെ ഒരു ഏരിയ കൂടെ ഉണ്ട്. എടാ ആരോടെങ്കിലും ചോദിച്ചോട്ടെ സെവനെ, ഞഞ്ഞം അങ്ങനെ പറയുന്നത്. പല ടൈപ്പ് ബ്രെഡുകൾ, പല ടൈപ്പ് ബ്രെഡ്. പിന്നെ അതേപോലെ ഇത് ബ്രെഡാണ് ഇവിടെ മെയിൻ കേട്ടോ. ഞങ്ങളെ ഒന്ന് കറങ്ങി നടക്കട്ടെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ മേടിക്കുന്ന സ്ഥലം തോന്നുന്നു. ബോണ്ട പോലത്തെ സാധനങ്ങളാണ് ഇവിടുത്തെ ട്രഡീഷണൽ. സംസ, ഇറച്ചിപ്പത്തിരി. ഈ ഇറച്ചിപ്പത്തിരി ഒക്കെ ഇങ്ങനെ വന്നാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എടാ ഈ ഇറച്ചിപ്പത്തിരി എന്ന് പറഞ്ഞ സാധനം ഈ സാംസ മറ്റു സാധനം കസാക്കിൽ ഇറച്ചിപ്പത്തിരി അല്ലേ ഈ സാധനം? ഇതിന്റെ അകത്ത് മീറ്റ് അല്ലേ ഇരിക്കുന്നത്? ചുരീക്. നീ കഴിച്ചല്ലേടാ? പിന്നെ നീ പിറോഷ്കി റൂസ്കി ആട്ടോ ഇവർ സംസാരിക്കുന്ന ഭാഷ. ഹായ്, താങ്ക് യു ഗൈസ്. നമുക്ക് പുള്ളിക്കാരി കച്ചവടം വേണ്ടി സംസാരിച്ചാണ്. അമ്പോ ബന്നല്ല ബ്രെഡ്, സാമാന്യ ബ്രെഡുകൾ നോക്കിയ പല ടൈപ്പ്. ഇതിൻ്റെ അതൊക്കെ കറികൾ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ സൈസാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടമാനം ബ്രെഡാണ് ഇവരുടെ മെയിൻ ഫുഡ് കേട്ടോ. റൈസൊന്നും അങ്ങനെ കഴിക്കാൻ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇത് കണ്ടോ, ഒരുത്തിയത്തെ കമന്ന് കിടന്ന് അല്ലേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിടിച്ചു തൂങ്ങുന്ന പോലെ നോക്കിയേ. ബ്രെഡിന്റെ മേളിൽ കെട്ടി തൂങ്ങി കിടക്കും കേട്ടോ. അത് മൊത്തം കൊണ്ട് പോകുള്ളെന്നാ തോന്നണേ. റൈസ് ഇവിടെ എവിടെയോ സീറ്റ് പൊറോട്ട പോലത്തെ നമ്മുടെ നാട്ടിലെ. നടന്ന് ഞങ്ങൾ പുറത്തെത്തി.
ഈ കാണുന്നതൊക്കെ ഇവരുടെ ട്രാഫിക് ആയിട്ട്. ഈ ടഷ്കന്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. ചൈന വാഹനങ്ങളുടെ ഭയങ്കര അതിപ്രസരം. ചൈന വണ്ടികളേ ഉള്ളൂ. ബസ് സാധനങ്ങളെല്ലാം ചൈന വണ്ടികൾ. ചൈന വണ്ടികൾ വേൾഡിൽ എവിടെ നോക്കിയാലും 95% ഗവൺമെന്റ് ആയിട്ട് പിന്നെ കരാറിൽ ഷവർലൈറ്റ് BYD ആയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. കണ്ടമാനം BYD വരുന്നുണ്ട്. ഗൈസ് ഇവരെന്താ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട് പോലെ അല്ല. കസാക്കിസ്ഥാനില് സാംസ, ഇവിടെ സോംസ, അവിടെ സാംസ. ഇതാണ് ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിൽ മറ്റേ തന്തൂർ റൊട്ടി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. അടിച്ചടിച്ചടിച്ചടിച്ച് ഇപ്പൊ ഇറക്കുന്നുള്ളല്ലോ. ഓരോ സാംസ അവിടെ ഉണ്ടാക്കി വെച്ചേക്കണം നോക്കി. നമ്മുടെ തന്തൂർ റൊട്ടി ഇല്ലേ അതേപോലെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ സാധനത്തിന്. ഞങ്ങൾ കണ്ടമാനം ഇതുണ്ട് അവൻ എടുക്കുന്ന നോക്കി കണ്ടോ. അതിൻ്റെ ഒന്ന് നെയ്യുറ്റ് നോക്കണം നോക്കി എടുത്ത് നോക്കിയാ. എന്റെ പൊന്നെ അടുപ്പിച്ചവൻ ഇട്ട് നോക്കി. ഇവിടുന്ന് വന്നിട്ടാ നമ്മുടെ നാട്ടിൽ സമൂസയാന്ന് എനിക്ക് തോന്നുന്നത്. അല്ല മറ്റേ ഇറച്ചിപ്പത്തിൽ കറക്റ്റാ ഞാൻ പറഞ്ഞത്. ഇറച്ചിപ്പത്തലിൻ്റെ അത് ആ ഇത് അതിൻ്റെ സോസാന്ന് തോന്നുന്നുണ്ട്. ഇത് ഓരോരുത്തർക്ക് ഇത്ര പ്ലേറ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടമാനം ഉണ്ട്. ഇതാണ് ഫേമസ് അല്ലേ? ട്രഡീഷണൽ എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ ഇത് തന്നെ. ട്രഡീഷണൽ സാധനം എന്ന് വെച്ചിട്ടുണ്ട് ഏതിതാ ഗൈസ്? ഇത് ട്രഡീഷണൽ. തൊട്ടിപ്പുറം ഉണ്ട് കേട്ടോ, 2 എണ്ണം ഉണ്ട്. ഇത് ഇവിടെ ഉണ്ട്. ഇത് വേറെ എന്തോ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തൊന്നുമില്ല കേട്ടോ, വേസ്റ്റ് കുഴി മാത്രം. ഇത് മറ്റേതാട്ടോ, ശശിലീഗ് ഗൈസ്. ഇത് ശശിലീഗ് കിട്ടുന്ന കട. എടാ സെബിനെ, ശശിലീഗ് ഗൈസ്. ഇവിടെ ശശിലീഗ് കേട്ടോ, അതായത് ആട്, പോത്ത്, ചിക്കൻ, കോഴി. ഇത് ഇതിൻ്റെ അകത്തിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് കേട്ടോ. ആരും പക്ഷേ ഇവിടെ ഇല്ല ഈ കൗണ്ടറിൽ. ഇവിടുത്തെ ആളൊക്കെ പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ അടുത്ത ട്രഡീഷണൽ ഡിഷ് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ മെയിൻ സാധനമാണ്. ഇത് എന്നാ ഇത്? ആടോ കുതിരയാണോ? ആട്? ബീഫ്. ബീഫ്. ഓ, വാട്ട് ഈസ് യുവർ നെയിം? ദിസ് വൺ നെയിം പ്ലോ. ആ, പ്ലോ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇതെന്നാ സാധനം? നമ്മുടെ ബിരിയാണി പോലെ ഇരിക്കുന്ന സാധനം ഇവിടെ കിട്ടൂടാ. അതെ, മുറിച്ചിട്ട് കൊടുക്കുന്നു. പ്ലോബും മുട്ടയും. ഞങ്ങൾ ലാസ്റ്റ് വലിഞ്ഞു കയറി ഇവിടെ എത്തിയിട്ടാ. ഈ സമൂസ പോലത്തെ സാധനമാണ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്ന കേട്ടോ. ഇതുണ്ടോ, ഇതിനകത്ത് ഫുള്ള് ബീഫ് ഫില്ലറ്റാ. നോക്കിയാൽ അവൻ അടിച്ചു വെക്കുന്ന നോക്കിയാ. അതിനകത്ത് കേറി അടിക്കും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ തന്തൂർ റൊട്ടി പോലെ തന്നെ. തന്തൂർ റൊട്ടി ഉണ്ടാക്കുന്ന പോലെ. എന്താ സെറ്റപ്പ് നോക്കി. സംസ ഇവിടുത്തെ ട്രഡീഷണൽ സാധനം കേട്ടോ. സംഭവം കലക്കി. ഓക്കെ, താങ്ക് യു ഗൈസ്. നോക്കും ഞങ്ങള് ഇവിടുന്ന് പോവാ കേട്ടോ. പിന്നെ അത് ട്രഡീഷണൽ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ അത് കണ്ടു, വളരെ സന്തോഷം. ഇവിടുത്തെ മെയിൻ ഫുഡാണ്. ശശിലി, വെയിറ്റ് കമ്മിങ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരുത്തനെ സാധനം മേടിച്ചു കേട്ടോ. കൊള്ളാവോടാ? പെട്ടോ ഇല്ലയോ? ഇതോ? ഒടുക്കത്തെ മധുരം. ടേസ്റ്റി. നീ കഴിച്ചോ? പെട്ടു. ഈ പച്ചമുളക് കൂട്ടാൻ ഇത് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര മധുരമാണ്. പിന്നെ ഒരു സൈസ് അലിഞ്ഞ പോലത്തെ സാധനമാണ്. പിന്നെ ബീഫാണോ തന്നെ സംശയം നോക്കിയാൽ വീണ്ടും പോയി. ആണോ? ഇതിനകത്ത് ഇതന്നെ ഇത് പംകിൻ അല്ലത് മാങ്ങയല്ല, കിഴങ്ങാണ് തോന്നുന്നു. ഇതിന് പ്ലം എന്നാണ് ഈ സാധനത്തിന് പേര്. പ്ലം ആണോ? അതുകൊണ്ട് പറ്റുള്ളൂ മോനെ. നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ സെവിൻ്റെ ആഗ്രഹം കൊണ്ട് ഇപ്പം തീർന്നു കിട്ടി. തീരാതെ എങ്ങനെയുണ്ട്? ഒരു കയ്യിൽ മുളക്, ഉരുളക്കിഴങ്ങും തക്കാളിയും മാത്രം വെക്കുന്ന കട. എനിക്ക് തോന്നുന്നു ഇത് ഹോൾസെയിൽ ഷോപ്പാന്ന് തോന്നുന്നു. ഇവിടുത്തെ പല ടൈപ്പ് ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് നോക്കി. കറുത്ത ഉരുളക്കിഴങ്ങ്, വെള്ള ഉരുളക്കിഴങ്ങ്. നോക്കിയേ, കണ്ടമാനം ഷോപ്പുകളുണ്ട് കേട്ടോ. കടൽ മീൻ ഇല്ലല്ലോ, കടലില്ലല്ലോ ഇവർക്ക്. ഇതൊക്കെ ഫ്രഷ് വളർത്തുമീനാട്ടോ. ഫംഗസ് പിടിച്ച റൂവ്. അത് ഫംഗസ്. അത് എന്തോ പറയാന്ന് നോക്കിയാൽ ഇതുണ്ട്. ഒരു ചേട്ടൻ മേടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യട്ടോ. എല്ലാം പൊക്കി കാണിച്ചു കൊടുക്കുക. ഇവരിത് കറിയല്ല കേട്ടോ, ഇവർ മൊത്തത്തിൽ വറക്കുക. നോക്കി ഇവിടെ ഫ്രൂട്ട്സ് ഇവിടെ ഇങ്ങനെ അക്വേറിയം പോലെ സെറ്റപ്പ് ആയിട്ട് അതിൻ്റെ അകത്ത് ഓക്സിജനൊക്കെ കൊടുത്തിട്ട് ഇതിനെ വളർത്തുക കേട്ടോ. അതോ അതിനെ പിടിച്ചു. ഞങ്ങളെ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് വന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഫോൺ മേടിക്കാൻ വേണ്ടി.
അപ്പോൾ ഇവിടുത്തെ പൈസ കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ പിള്ളേർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തുള്ള ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. 50K ഉള്ളപ്പോൾ ഏതാണ്ട് 4 വർഷമായി. ഇത് കോവിഡ് ടൈമിൽ തുടങ്ങിയ പിള്ളേരാട്ടോ. പേരെന്നാ? വർഷ. പേര്? ഇവരൊക്കെ പേര്? ഇവരൊക്കെ ഇവിടെ MBBS ആയ ഡോക്ടർമാരാകാൻ വേണ്ടി പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് മലയാളികൾ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 2 പേരെ പിന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഭാഗമായി ഞങ്ങളിവിടെ വണ്ടി കൊണ്ടുവന്നതാണ്. ഒറ്റ സെക്കൻഡിൽ എത്ര മലയാളീസാന്ന് നോക്കിയേ. മലയാളികൾ അല്ലേ? ഗൈസ് നോക്ക്, ഇവിടെ ഇവരെല്ലാം മെഡിസിൻ പഠിക്കുന്ന പിള്ളേരാണ്. നിങ്ങളുടെ വീട് എവിടെയാ? ട്രിവാൻഡ്രം. കൊല്ലം. അടിപൊളി. കണ്ണൂർ എവിടെയാ? ഗൈസ് ഞങ്ങളുടെ അടുത്താണ്. ഇവിടെ കണ്ടമാനം പിള്ളേരുണ്ട് കേട്ടോ. അത് ഈ കാണുന്നതാന്ന് തോന്നുന്നു ഇവരുടെ സ്കൂള്. വേണ്ട ഞങ്ങൾ വന്നോളാം. ആണോ? ശരി. ഇതാണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി? ഇത് ഹോസ്റ്റലാ? ഐസ് നോക്കൂ, ഇത് ഞങ്ങളുടെ അടുത്ത് 2 പിള്ളേരെ കിട്ടി. പേരെന്നാ? അൽഷാദ. വീട്? തൃശ്ശൂര്, എറണാകുളം, ആലപ്പുഴ. അടുത്ത ആളെ കിട്ടി. പേരെന്നാ? മിഥിലാജ്. ഇതിനെ നേരത്തെ കാണിച്ചാട്ടോ. ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ മലയാളി പിള്ളേരുണ്ട് കേട്ടോ. നിന്റെ പേരെന്നാ? അജു. പേര്? വീട് എവിടെയാ? ഞാൻ എറണാകുളം. എല്ലാരും എറണാകുളം മലബാർ സൈഡാണ്. ഉസ്ബെക്കിസ്ഥാനികളുടെ പ്രത്യേകത അവര് നമുക്ക് ഇവര് ഭയങ്കര സ്നേഹമല്ല. Only potato inside. Okay. No chicken, veg. Okay. What is your name? Otabek. Okay. Boom. Guys, നോക്കൂ ഇവിടെ ഇവര് ഈ ഭയങ്കര And don't pay cups. ഗൈസ് നോക്കൂ, അതായത് ഇവിടെ ഉള്ളവരൊരു ഞാൻ കണ്ട ഒരു പ്രത്യേകം വെച്ചാൽ നമ്മൾ കസാക്കികളിലും അടിപൊളിയായിട്ട് ഇവിടെയുള്ള മനുഷ്യര്. പോരെ? താങ്ക് യു. നോക്കൂ, ഞങ്ങളെ ഈ കാണുന്ന ATM നിന്ന് പൈസ എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ അടുത്ത് കാശില്ല. അപ്പോൾ ഇവരിവിടെ സ്റ്റുഡൻസ് ആണ്, ഇവർക്കിവിടെ എടുക്കാൻ പറ്റും. പേര് പറഞ്ഞേ? പേര്? ഷിനാൻ. പേര്? അർഷാദ്. ഗൈസ് നോക്കൂ, 2 പേര്. അപ്പോൾ ഇവരാണ് ഞങ്ങൾ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പരിപാടി ഇവിടെ നടക്കുകയല്ല, നമ്മൾ പരിപാടി പാളും. അപ്പോൾ ഞങ്ങളെ എവിടുന്നേലും പൈസ എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് മല്ലിക മാർക്കറ്റിൽ പോയിട്ട്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര എടുത്താ? 58,000. ആയിക്കോട്ടെ പൈസ. ഇതിപ്പോൾ 58,000 എടുത്താട്ടെ. 58,000 എത്ര വേണം? ബാഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വലിയ സഞ്ചി വേണ്ടല്ലേ. ഐസേവും വലിയ ഭാഗ്യമൊക്കെ എടുത്തോണ്ട് കേട്ടോ. ഇനി എത്രയും കൂടെ എടുക്കണം? ഇനി എടുക്കണം. ഇനി ഒന്നും കൂടെ എടുക്കണം. എത്ര? 90 എന്ന് പറയുമ്പോ 90 ലക്ഷം. ഗൈസ് ഈ കാണുന്ന 90 ലക്ഷം. ഗൈസ് അത് കലക്കി. 1 ലക്ഷം രൂപയുടെ നോട്ടാട്ടോ ഇത്. എവിടെ ചെന്നാലും ഞങ്ങൾക്ക് സ്പെഷ്യൽ പാർക്കിംഗ് ആട്ടോ. കണ്ടോ ഇവിടെ ഒരു പുള്ളിക്കാരൻ ഇതിട്ട് നിൽക്കുന്നുണ്ടോ. പുള്ളിക്ക് ഇന്നലെയും പൈസ കൊടുത്തു, ഇന്നും പൈസ കൊടുത്തു. ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ 3 ദിവസത്തെ ബ്ലോഗാട്ടോ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇല്ല അത് ഇറങ്ങുമ്പോൾ സെബിനോട് എടുക്കാൻ പറ. ഫോണ് മേടിക്കാൻ പോവാണ്. എണ്ണെന്ന് നോക്കി എണ്ണി പോണേ. 1 ലക്ഷത്തിന് നോട്ടാട്ടോ. എത്ര കുറവുണ്ട്? 57. നോക്കൂ. ഫൈനലി സാധനം മേടിച്ചു. ഞങ്ങൾ പുറത്ത് പോട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി സാധനം കിട്ടി. നാട്ടിലെ 1,05,000 രൂപയ്ക്കാണ് ഈ കാണുന്ന 16 Pro Max നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാട്ടിലാകുമ്പോ 30 രൂപ അടുത്ത് വരുന്നുണ്ട്. ഇവിടെ 25 സമയം എത്രയാടാ? ഇന്ത്യൻ മണിയാണ് ഞാൻ പറഞ്ഞത്. 5.4. വേറെ കാര്യമുണ്ട്, ഈ സാധനം നമ്മുടെ സെക്കൻഡ് നമ്മുടെ 15 പ്രോയ്ക്ക് പറഞ്ഞ 80,000 രൂപ സെക്കൻഡ് അല്ലേ. ഗൈസ് ഇതാ പൊളിക്കുന്നു. തുണി ഊരുന്നു. പൊളിക്കുന്നു. ഇതെന്തിയെ? ഇതിനൊരു ഗൈസ് സ്ക്രീൻ ഗാർഡ് മേടിക്കും. 2 സാധനം മേടിച്ചില്ല. ഇതിന് സ്ക്രീൻ ഗാർഡും മേടിക്കണം, കവറും മേടിക്കണം. ഗൈസ് അങ്ങനെ 16 Pro Max എടുത്തിരിക്കുകയാണ്. ലിബിൻ അങ്ങനെ ഇന്ന് 15 Pro Maxലായി ലിബിൻ. ഗൈസ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ലിബിൻ്റെ 15 Pro Max അല്ല 13 Pro Maxൽ ഇൻസ്റ്റാഗ്രാം ഇടാൻ നേരത്ത് ഒരാൾ തന്നെ ഫോളോ ചെയ്യും. ലാസ്റ്റ് അത് ഈ 15 Pro Maxലേക്ക് മാറ്റി. ഫൈനലി നമ്മളിത് മേടിച്ചു. ഇത് മേടിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം 48 മെഗാപിക്സലാണ് ഇതിന്റെ വൈഡ് ആംഗിൾ. നല്ലതാണ്. അതെ, അതുകൊണ്ടാണ് ഇത് ബാക്കി ക്യാമറയ്ക്കൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല. വൈഡിന് ഇച്ചിരി കൂടെ ക്വാളിറ്റി കിട്ടും.